വന്യമൃഗങ്ങൾക്കിടയിൽ കൂട് നിർമ്മിക്കുന്നവർ കുറവാണ്. ഗുഹകളോ പാറപ്പൊത്തുകളോ മരച്ചുവടുകളോ ഒക്കെ സ്വന്തം താമസസ്ഥലമാക്കുന്നവരാണ് അവരിൽ കൂടുതലും. എന്നാൽ പക്ഷികളുടെ കൂട്ടത്തിൽ കൂടുണ്ടാക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. കാക്ക തൊട്ട് തൂക്കണാംകുരുവി വരെ പലതരത്തിൽ, പല വലിപ്പത്തിൽ, പല ആകൃതിയിൽ കൂടുണ്ടാക്കുന്നവരാണ്. ഒരുപക്ഷെ ഇത്രയും വ്യത്യസ്തമായ തരത്തിൽ വീടുകൾ നിർമ്മിക്കുന്ന മറ്റൊരു കൂട്ടർ ജന്തുലോകത്തുണ്ടെങ്കിൽ അത് മനുഷ്യർ മാത്രമായിരിക്കും. നാഗരികത ഒരുപക്ഷെ അതിന് പിൻബലമായെന്ന് പറയാം. ആദ്യമായി വീടുണ്ടാക്കി പാർപ്പ് തുടങ്ങിയതും വീടുകളുടെ കൂട്ടമായി പിന്നീട് ഗ്രാമങ്ങളും പട്ടണങ്ങളും വലിയ വലിയ നഗര കെട്ടിട സമുച്ചയങ്ങളും ഉണ്ടായത് മനുഷ്യന്റെ അളവറ്റ ആഗ്രഹത്തിന്റെയും സ്വപ്നങ്ങളുടെയും കൂട്ടായ്മയോടെയാണ്. ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഓരോ വ്യക്തിയുടെയും അവനിൽ പ്രകടമാകുന്ന സ്വഭാവ സവിശേഷതയെ ഒരു വീടിനോട് ഉപമിക്കാം. വെറുതെ ഒരു ഭവനം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനനുയോജ്യമായ പല വർണ്ണങ്ങളിൽ ചാലിച്ച പെയിന്റ് തിരഞ്ഞെടുക്കാനും അറിഞ്ഞിരിക്കണം. ആ നിറഭംഗിയുടെ ചാരുതയിൽ മാത്രമേ ദൈവികം വിളങ്ങുകയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ആസ്വദിക്കാനും സാധിക്കുകയുള്ളൂ. അതെ, നമ്മുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറപ്പകിട്ടിന്റെ വർണ്ണവിസ്മയം ചാർത്തിയിരിക്കുകയാണ് ശ്രീ സോണി മാത്യു എന്ന ഈ നിറസ്നേഹി. കുട്ടിക്കാലം മുതൽ കളറുകളുടെ ലോകത്ത് സ്വപ്നങ്ങൾ മെനഞ്ഞ ഇദ്ദേഹം ഇന്ന് മലയാളികളുടെ വീടുകൾക്ക് പുത്തൻ ദൃശ്യഭംഗി സമ്മാനിക്കുമ്പോൾ വീടിന്റെ ഭംഗി മാത്രമല്ല, അതിന്റെ ദീർഘനാളത്തെ നിലനിൽപ്പും സുരക്ഷയും കൂടി ഈ രംഗത്തിലൂടെ ഊട്ടി ഉറപ്പിക്കുകയാണ്. ലോകം മിന്നിമറയുന്ന മാറ്റങ്ങളിൽ കുതിക്കുമ്പോൾ നാം അവയെല്ലാം കാണുന്നത് ഈ നിറഭേദങ്ങളിലൂടെയാണെന്ന് പറയുന്ന സോണി മാത്യു ഈ രംഗത്തു വരുന്ന വ്യത്യസ്തതകളും ആധുനിക സൗകര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും നിതാന്ത പരിശ്രമം തുടർന്നു വരുന്നു. വിസ്മയത്തിൻ മഴവില്ല്. ഇത് കേരളത്തിന്റെ സാധാരണ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങി നിറഞ്ഞ കൊല്ലം ജില്ല. കയറും കശുവണ്ടിയും ബീഡിയും തീപ്പെട്ടിയും മത്സ്യവും അടങ്ങുന്ന തൊഴിൽ വ്യവസായങ്ങൾ ഇന്നും കരുത്തുമായി മുന്നേറുന്ന ഈ ജില്ലയുടെ മലയോര പ്രദേശമായ ആയൂരിൽ കുംഭച്ചൂടിന്റെ വശ്യതയിൽ നിന്നും ഉണരുന്ന തടത്തിൻവിള വാവൂർ വീടിന്റെ മട്ടുപ്പാവിൽ സൂര്യകിരണങ്ങൾ ഏറ്റുകൊണ്ട് തന്റെ പ്രഭാത നടത്തത്തിന്റെ തിരക്കിലാണ് ശ്രീ സോണി മാത്യു. ട്രെഡ്മില്ലിന്റെ കൃത്യമായ വേഗത്തിൽ നടന്ന് നിശ്ചിത ദൂരം ചിട്ടപ്പെടുത്തുന്ന സോണി വീട്ടിൽ നിന്നും ഇനി തന്റെ ഗ്രാമത്തിന്റെ ലയങ്ങളിലേക്കാണ്. എത്ര നുകർന്നാലും മതിവരാതെ ഈ സൗന്ദര്യം ആവോളം ആസ്വദിച്ചും മരങ്ങളുടെ ഇടയിൽ നിന്നുള്ള ശുദ്ധവായു ശ്വസിച്ചും മുന്നേറുന്ന ഇദ്ദേഹം ജീവിതത്തിന്റെ ആരോഗ്യ നിലവാരവും സ്വഭാവനിഷ്ഠയെയും രൂപപ്പെടുത്താൻ ഏറ്റവും ലളിതമായ മാർഗമാണ് നടത്തമെന്ന് അവകാശപ്പെടുന്നു. ഓരോ ദിനവും തന്നാൽ ആവുന്നതിലും കൂടുതൽ മുന്നേറാൻ ശ്രമിക്കുന്ന ഈ കർമ്മനിരതൻ ഇനി തന്റെ കർമ്മമണ്ഡലത്തിലേക്കാണ്. ഈ നഗരത്തിന്റെ തിരക്കുകൾ ആരംഭിക്കുന്നതിന് മുൻപേ തീർത്തും സജീവമായ ഇവിടെ ഇദ്ദേഹം എത്തുമ്പോഴും ഇവിടുത്തെ നൂതന രീതി അറിഞ്ഞും തങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറമേകാൻ ആഗ്രഹിച്ച് എത്തുന്നവരുടെയും ഒപ്പം ഈ രംഗത്ത് ജോലി ചെയ്യുന്നവരുടെയും ഒരു നിര തന്നെ ഉണ്ടാകും ഇവിടെ. എല്ലാവരോടും ക്ഷമാപൂർവം കാര്യങ്ങൾ ആരാഞ്ഞ് ലളിതവും നർമ്മവും കലർന്ന മറുപടി നൽകി അവരിൽ ഒരാളായി മാറുമ്പോഴും ഓരോ വ്യക്തിയുടെയും താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് അവരെ എത്തിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നു. തീർത്തും പെയിന്റിങ്ങിനു വേണ്ട അത്യാധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ള ഇവിടെ ഓരോ വ്യക്തിയുടെയും അഭിരുചിക്കനുസൃതമായി കളർ സെലക്ട് ചെയ്യാൻ വേണ്ട ബ്രോഷറുകളും ഇവയുടെ ഡിസ്പ്ലേ ബോർഡുകളും ഷോപ്പിൽ തന്നെ ഒരുക്കിയിരിക്കുന്നു. ഇത് കണ്ട് നിർവൃതിയോടെ കളർ സെലക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഇവ കമ്പ്യൂട്ടറൈസ്ഡ് സൗകര്യത്തോടെ മിക്സ് ചെയ്ത് കൈകളിലേക്ക് നൽകുമ്പോൾ
ഇദ്ദേഹം നൽകുന്നത് വെറും നിറങ്ങളല്ല, മറിച്ച് ഈ ജീവിതത്തിൽ ഇവരോട് തനിക്കുള്ള കടപ്പാടിന്റെ ഭാഗമാണ് ഇത് എന്നാണ്. ഇന്ന് ഈ കാണുന്ന ആളുകളിലൂടെ ഈ വിജയങ്ങൾ കൈവരിച്ചിരിക്കുന്ന സോണി മാത്യു ഈ രംഗത്തെത്തുന്നത് നിറങ്ങളോടുള്ള ഭ്രമത്തിലാണ്. തീർത്തും കർഷകനായ പിതാവ് TM മാത്യുവിൻ്റെയും റോസമ്മയുടെയും 3 മക്കളിൽ രണ്ടാമത്തെയും ഒരേ ഒരു ആൺതരിയുമായ ഇദ്ദേഹം ജനങ്ങളെ സേവിക്കാൻ നിറങ്ങളുടെ വഴി തിരഞ്ഞെടുത്തപ്പോൾ പിന്തുണയുമായി ഈ രംഗത്ത് വളരുവാൻ പ്രേരിപ്പിച്ച ശക്തി തൻ്റെ പിതാവ് തന്നെ